ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കിടിലൻ ചിക്കൻ ബ്രെഡ് പക്കോടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ ഇത്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം, മറക്കല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ഒരു ഫില്ലിങ്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ ഉരുളൻകിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങിയത് ഉടച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ച ചിക്കൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ പൾസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കിഴങ്ങിലും ചിക്കനിലും നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർക്കുക. അപ്പം ഫില്ലിങ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 ബ്രെഡിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മയണൈസ് ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം. ബ്രെഡിൽ രണ്ടിലും നന്നായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ബ്രെഡ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ബ്രെഡും നമുക്കൊന്ന് ചെയ്തെടുക്കാം. എല്ലാ ബ്രെഡും എന്താ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുക്കി പൊരിക്കാനുള്ള ബാറ്ററും കൂടെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് കടലമാവാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കായ്പ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാവിന് ഒരുപാട് കട്ടി പാടില്ല, കുറച്ച് ലൂസായിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ ബ്രെഡിൽ പെട്ടെന്ന് മുക്കി പൊരിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ബ്രെഡ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും ബ്രെഡ് നമുക്ക് മാവിലൊന്ന് മുക്കിയെടുക്കാം. ഇതിനി പൊരിച്ചെടുക്കാം. അതൊരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. സൂപ്പർ ടേസ്റ്റി ആട്ടോ ഈ ഒരു ചിക്കൻ ബ്രെഡ് പക്കോടയ്ക്ക്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ നിങ്ങളെ വിലയേറിയ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.